ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പിണറായി നടന്ന കഥകൾ ഇരട്ടച്ചങ്കൻ തന്നെ പല ആവർത്തി പറഞ്ഞത് കേരളത്തിലെ അന്തംകമ്മികളെ ഒരുപാട് രോമാഞ്ചം കൊള്ളിപ്പിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ദേ അടുത്തതെത്തി. കേൾക്കുമ്പോൾ ആരും ചിരിക്കരുത്. സ്വാഭാവികമായും ചിരി വരും. പക്ഷേ നമ്മുടെ മുഖ്യനെ പ്രകീർത്തിച്ച് പാടിയതാണ്. അതുകൊണ്ട് ചിരി വന്നാലും അടക്കി പിടിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നടത്തിയ നവകേരള സദസ്സ് യാത്ര സൃഷ്ടിച്ച വിവാദം കെട്ടടങ്ങും മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുന്ന ഗാനം. പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും വാഴ്ത്തി ചിത്രീകരിച്ച ഗാനം കേരള CM എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. നാടിൻ്റെ അജയനായും മലയാള നാടിൻ്റെ മന്നനായും പിണറായിയെ സ്തുതിക്കുന്ന പാട്ടിൻ്റെ വരികൾ കൗതുകവും ചിരിയും ഉണർത്തുന്നതാണ്. ഇടതുപക്ഷ പക്ഷികളിലെ ഫിനിക്സ് എന്നാണ് ഗാനത്തിൽ പിണറായിക്കുള്ള മറ്റൊരു വിശേഷണം. ഗാനം ഇങ്ങനെയാണ്: പിണറായി വിജയൻ നാടിൻ്റെ അജയൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ, തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ എന്നിങ്ങനെയാണ് ഗാനത്തിൻ്റെ വരികൾ പോകുന്നത്. നിഷാന്ത് നിളയാണ് വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സാജ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. ഗാനത്തിന് പിന്നിൽ CPMൻ്റെ കൈകളുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയൊന്നും വന്നിട്ടില്ല. വീഡിയോയുടെ തുടക്കത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരായ നീക്കം ആസൂത്രിതമാണെന്ന് കാണിക്കുവാനുള്ള ശ്രമങ്ങളുണ്ട്. വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ മുന്നേറ്റത്തിന് തുണയായതും വീഡിയോയിൽ പറയുന്നു. 8 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൗമാരകാലം വരെ ആവിഷ്കരിക്കുന്നതാണ്. യൂട്യൂബിൽ വീഡിയോയ്ക്ക് വലിയ വിമർശനവുമാണ് പരിഹാസവുമാണ് ഉയർന്നത്. ഇതിനു മുൻപ് 2022 തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെയായിരുന്നു 500 പേർ പങ്കെടുത്ത തിരുവാതിര. ഈ പാട്ടിലെ കാരണഭൂതൻ എന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പ്രയോഗമായി തന്നെ രാഷ്ട്രീയ എതിരാളികൾ ഏറ്റെടുത്തിരുന്നു. അതിങ്ങനെയായിരുന്നു: ഭൂലോകമെമ്പാടും കേളികൊട്ടി, മാലോകരെല്ലാവരും വാഴ്ത്തിപ്പാടി, ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ, എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീരസഖാവ് എന്നിങ്ങനെയായിരുന്നു മെഗാ തിരുവാതിരയുടെ വരികൾ. ഈ വരികൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയതിനൊപ്പം പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടു. എന്നാൽ പാട്ടിനും നൃത്താവിഷ്കാരത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയിലേക്ക് CPM കടന്നില്ല. നേർവിപരീതമായിരുന്നു CPMൻ്റെ മുതിർന്ന നേതാവ് P ജയരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം. അത് പുറത്തു വന്നപ്പോഴുള്ള സ്ഥിതി: PJ ആർമി എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പ്രചരിച്ച വീഡിയോയുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമുണ്ടായിരുന്നു. വ്യക്തിപൂജ ആരോപിച്ച് അന്ന് CPM നടപടിയെടുക്കുകയും ചെയ്തു. ജയരാജൻ സ്വന്തം വ്യക്തിപ്രഭാവം വളർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനായി CPM ജില്ലാ കമ്മിറ്റി 3 അംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. കമ്മീഷന്റെ റിപ്പോർട്ട് ജയരാജന് അനുകൂലമായിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പാർട്ടി വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായത്. എന്തായാലും എപ്പോഴും ചോദിക്കുന്നത് പോലെ ലേശം എളുപ്പം നാണമൊക്കെ വേണ്ടേടേ.